നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്ത് വീണ്ടും ചരിത്രമെഴുതി ഇന്ത്യ. ഭൂമിയെ വലം വെച്ചുകൊണ്ടിരുന്ന രണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് കൂട്ടിയോജിപ്പിച്ചാണ് നേട്ടങ്ങൾ നിറഞ്ഞ കിരീടത്തിൽ ISRO ഒരു പൊൻതൂവൽ കൂടി ചാർത്തിയിരിക്കുന്നത്. സ്പേസ് ഡോക്കിംഗിൽ വിജയിക്കുന്ന നാലാമത്തെ രാജ്യമെന്ന നേട്ടവും ഇന്ത്യ കൈവരിക്കുകയാണ്. അമേരിക്ക, റഷ്യ, ചൈന എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങളെയാണ് ഭൂമിക്ക് 476 കിലോമീറ്റർ ഉയരെ സംയോജിപ്പിച്ചത്. PSLV-C 60 റോക്കറ്റിലാണ് ഈ ഉപഗ്രഹങ്ങൾ ഡിസംബർ 30-ന് വിക്ഷേപിച്ചിരുന്നത്. സ്വന്തമായി നിർമ്മിച്ച ഉപഗ്രഹങ്ങളാണ് എന്നതാണ് മറ്റൊരു വലിയ പ്രത്യേകത. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തമാകുന്നു എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഗഗന ചുംബനമാണ് സ്പേസ് ഡോക്കിംഗിലെ ഇന്ത്യയുടെ ചരിത്ര നേട്ടം. മോദി പ്രധാനമന്ത്രിയായിരുന്ന 10 വർഷത്തിൽ ഇന്ത്യ ബഹിരാകാശ രംഗത്ത് കുതിക്കുകയാണെന്ന് ഇപ്പോൾ അമേരിക്കൻ വാർത്താ ചാനലായ CNN ലേഖിക ഹെലൻ റീഗനും പറഞ്ഞിരിക്കുകയാണ്. രണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയിണക്കുന്ന സ്പെഡെക്സ് എന്ന പേരിട്ട് വിളിക്കുന്ന ഡോക്കിംഗ് ദൗത്യം ISRO വിജയകരമായി പൂർത്തീകരിച്ചതിനെ കുറിച്ചുള്ള ലേഖനത്തിലാണ് മോദി ഇന്ത്യയെ ബഹിരാകാശ രംഗത്ത് പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതായി ഹെലൻ റീഗൻ പ്രത്യേകം പ്രശംസിക്കുന്നത്. ബഹിരാകാശത്തെ കുറിച്ച് എഴുതുന്ന പ്രത്യേക ലേഖിക ഹെലൻ റീഗൻ എഴുതിയ വാർത്തയിലാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ കുതിപ്പിനെ സഹായകരമായ എന്തൊക്കെ നടപടികൾ എടുത്തു എന്ന് വ്യക്തമാക്കുന്നത്. CNN-ന്റെ സീനിയർ ന്യൂസ് ഡെസ്ക് സീനിയർ റിപ്പോർട്ടറാണ് ഹെലൻ റീഗൻ. ബഹിരാകാശ രംഗത്തെ വാണിജ്യവൽക്കരിക്കാനുള്ള ശ്രമം നടന്നത് മോദിയുടെ കാലത്താണെന്നും ലേഖനം സൂചിപ്പിക്കുന്നു. ഈ രംഗത്ത് വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ സ്വകാര്യ കമ്പനികളെ പങ്കാളികളാക്കി. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥങ്ങളിൽ കുറഞ്ഞ ചെലവിൽ ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക എന്ന മേഖലയിലാണ് ഇന്ത്യ വാണിജ്യമായി മുന്നേറാൻ ശ്രമിക്കുന്നത്. ഈ ദൗത്യ മേഖലയിലാണ് വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നത്. ഡോക്കിങ്ങിന് വേണ്ടി ഇന്ത്യ അയച്ച 2 ചെറിയ ഉപഗ്രഹങ്ങളും അത് ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള PSLV റോക്കറ്റും ടെസ്റ്റ് ചെയ്തത് അനന്ത് ടെക്നോളജീസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിലാണ്. ചരിത്രത്തിലെ ആദ്യമായാണ് സ്വകാര്യ മേഖലയിലെ സ്ഥാപനത്തെ പങ്കാളിയാക്കുന്നത്. ഇതെല്ലാം ഇന്ത്യയെ ബഹിരാകാശ ശക്തിയായി വളർത്താൻ മോദി നടത്തിയ ദൗത്യങ്ങളെയാണ് ലേഖിക വിശേഷിപ്പിക്കുന്നത്. ഉപഗ്രഹത്തെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി 2023-ൽ തന്നെ ഇന്ത്യ ഉന്നതന്മാരുടെ ബഹിരാകാശ ക്ലബിൽ സ്ഥാനം പിടിച്ചെന്നും ലേഖിക എഴുതുന്നു. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ഇതുവരെ ഒരു രാജ്യവും കടന്നു ചെല്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇന്ത്യ ഉപഗ്രഹത്തെ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ചന്ദ്രനിൽ നിന്ന് ഇന്ത്യ സാമ്പിളുകൾ കൊണ്ടുവന്നുവെന്നും ഇത് ചന്ദ്രൻ രൂപപ്പെട്ടത് സംബന്ധിച്ച നിർണായക തെളിവുകൾ നൽകിയെന്നും ലേഖനത്തിൽ പറയുന്നു. ചന്ദ്രനിലേക്ക് വൈകാതെ മനുഷ്യരെ അയക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ. 2040-ൽ മനുഷ്യനെ അയക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇതുവരെ US മാത്രം സ്വന്തമാക്കിയ നേട്ടമാണിത്. 2035-ൽ സ്വന്തം സ്പേസ് സ്റ്റേഷൻ ബഹിരാകാശത്ത് സ്ഥാപിക്കാനും ഇന്ത്യ തയ്യാറെടുക്കുന്നു. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വീനസിലേക്കുള്ള ഉപഗ്രഹ വിക്ഷേപണം ഇന്ത്യ 2028-ൽ നടത്തുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളാണ് ഇന്ത്യ ഇതുവരെയായിട്ടും കൈവരിച്ചിട്ടുള്ളത്. ഇനി വരും വർഷങ്ങളിൽ കൈവരിക്കാനായിട്ട് പോകുന്നത്.